നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൾ ഇത്രയും കാലം കാത്തിരുന്നത് മംഗലശ്ശേരി സ്വന്തമാക്കാൻ വേണ്ടിയാ. എന്റെ വെല്ലുവിളി നീ ഏറ്റെടുത്ത നിന്നെ ഞാൻ ഉശിരുള്ള പെണ്ണായി കരുതും. ഈ കുടുംബത്തിന് ദോഷമുണ്ടാക്കുന്നതൊന്നും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ നടക്കില്ല ദക്ഷമേ. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. ഈ കല്യാണം ഞാൻ മുടക്ക് തന്നെ ചെയ്യും. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടും ദൈവം എന്നിവിടെ പിടിച്ചു നിർത്തിയത് എന്തിനാണെന്ന് ദക്ഷമ അറിയും. അത് വെല്ലുവിളി ഏറ്റെടുത്ത് ഞാൻ പറയുന്നതല്ല. ഈ കുടുംബം തകർന്നു പോവാതിരിക്കാൻ എനിക്കത് ചെയ്തേ പറ്റൂ. എന്നാ നമുക്ക് കാണാനൊന്നുമില്ല. ഒന്നുകൂടി ദക്ഷമ നാണം കെടാനാ പോകുന്ന. ദക്ഷമ ചെല്ല്. അപ്പച്ചിക്ക് ഒരാളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ അത് പറ്റില്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ലല്ലോ. അത് നടക്കട്ടെ, നമുക്കെന്താ? അതാ പ്രശ്നം. ഇവിടെ ഉള്ളവരെല്ലാവരും ഇതൊരു സാധാ വിവാഹമായ കാണുന്നേ. നമുക്കെന്താ കാര്യം? അത് നടക്കട്ടെ എന്നാ ഇവിടെ ഉള്ളവർ ചിന്തിക്കുന്നേ. പക്ഷെ എനിക്കിത് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അതെന്താ ദിനേശേട്ടൻ അങ്ങനെ പറയുന്നേ? നിങ്ങൾ എല്ലാവരും ശുദ്ധഗതിക്കാരാ. അതാ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഗൂഢലക്ഷ്യം അറിയാത്തത്. കവിതയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു. ഇപ്പൊ അത് എല്ലാവരുടെ മുമ്പിൽ തുറന്നു പറഞ്ഞു. അല്ലാതെ എന്ത് ലക്ഷ്യം അവർക്കുള്ളത്? സത്യം പറഞ്ഞാൽ ഗൗതമും കവിതയും ഒരിക്കൽ വിവാഹിതരായവരാ. വീണ്ടും പെട്ടെന്ന് 4 ആൾ അറിയ ഒരു വിവാഹം. അവന് പിന്നിലൊരു ലക്ഷ്യം കാണില്ലേ? പ്രത്യേകിച്ച് കവിതയാകുമ്പോ അങ്ങനെ ഒരു ഗൂഢലക്ഷ്യമില്ലാതെ ഒന്നും ചെയ്യില്ല. അത് ശരിയാ. കവിത ചേച്ചി ഒരു തന്ത്രശാലി തന്നെയാ. അതാ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ശരിക്കും അവരെ ഒന്ന് വാച്ച് ചെയ്യണം. എന്താ കവിതയുടെ തന്ത്രമെന്നറിയണം. അപ്പച്ചിയുടെ എല്ലാ അടവുകളും പൊളിഞ്ഞു നിൽക്കുക. കമ്പനിയിൽ നിന്നും പുറത്തായി. അപ്പോ കണ്ടെത്തിയ രക്ഷാമാർഗാവും ഈ വിവാഹം. അതെ, അത് നല്ല ഉദ്ദേശത്തോടെ ആവില്ലെന്ന് മാത്രം. എന്നാലും ഒരു വിവാഹം നടക്കുന്നത് വഴി എന്ത് ലക്ഷ്യ കവിത ചേച്ചിക്കുള്ളത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ ദക്ഷയും കവിതയും പണ്ടേ ഒറ്റക്കെട്ട. 2 ആളും കൂടി ലച്ചുവിനും സഞ്ജുവിനും ഈ കുടുംബത്തിനും എതിരെ എന്തെല്ലാം ദ്രോഹങ്ങളാ ചെയ്തിട്ടുള്ളത്? അതെല്ലാം ഇത്ര വേഗം നിങ്ങൾ മറന്നുപോയോ? ഇനി അവർ 2 ആളും കൂടി ഇങ്ങനെ ഒരു വിവാഹ ബന്ധത്തിൽ കൂടി ഒന്നിക്കുകയും കൂടി ചെയ്താ നിങ്ങളുടെ ഈ കുടുംബത്തിന്റെ സ്ഥിതി എന്താവും? അതെന്താ നിങ്ങൾ ആരും ഓർക്കാത്തേ? എന്തായാലും കവിതയുടെയും ഗൗതമിന്റെയും വിവാഹം നടക്കാൻ പാടില്ല. അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? അതാ നമ്മൾ കൂട്ടായി ആലോചിക്കേണ്ടത്. ആദ്യം കവിതയുടെ ലക്ഷ്യം എന്താണെന്ന് അറിയണം. പക്ഷേ അതെങ്ങനെ? അത് നമുക്ക് നോക്കാം. ആ കാര്യം എനിക്ക് വിട്ടേക്ക്. എന്ത് വന്നാലും കവിതയുടെ ഗൂഢലക്ഷ്യം ഞാൻ കണ്ടെത്തും. അത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. പിന്നെ എന്താ എങ്ങനെയാ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. ഈ കുടുംബത്തിന് ദ്രോഹം വരുന്ന ആ വിവാഹം മുടക്കം മുന്നിൽ ഞാനുണ്ടാവും, ഉറപ്പ്.
താങ്ക് യു. ഒരു ടീ കിട്ടിയ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോഴേക്കും ടീയായിട്ടെത്തി. ഇതാണ് ഉത്തമയായ ഭാര്യ, മനസ്സറിയുന്ന ഭാര്യ. ഞാൻ പറഞ്ഞു നീ കേട്ടില്ലേ? ഞാൻ ഓരോന്ന് ആലോചിക്കുമായിരുന്നു. എന്തോരോന്ന് ആലോചിക്കായിരുന്നു? കവിത ഇളയമ്മയുടെ ക്യാരക്ടർ തന്നെ. കവിത ഇളയമ്മ അമ്മ ന്യായീകരിക്കുമ്പോഴൊക്കെ ഞാൻ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോ എന്താ ഒരു പുനർചിന്ത വരാൻ? അമ്മൂന്റെ കാര്യത്തിലുള്ള കവിത ഇളയമ്മയുടെ നിലപാടുകളാ എനിക്ക് രസിക്കാതെ വന്നിട്ടുള്ളത്. അമ്മൂനോട് അവര് പലപ്പോഴും ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ട്. കവിത ഇളയമ്മയെ സംബന്ധിച്ച് അമ്മു ആരുമല്ല. അവളെ അംഗീകരിക്കേണ്ട ആവശ്യം അവർക്കില്ല. വിവാഹം കഴിക്കാതെ ജീവിച്ചതിന്റെ പ്രശ്നങ്ങളും അവർക്കുണ്ട്. ഈ വീട്ടിലെ കവിത ഇളയമ്മ ഒറ്റപ്പെട്ടൊരു ജീവിതം തന്നെയാ നയിച്ചത്. ആരെയും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു മനസ്സാ അപ്പച്ചിടേത്. അത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ? മറ്റുള്ളവർ ചെയ്യുന്നതൊന്നും ശരിയല്ല, ശരി തന്റെ ഭാഗത്ത് മാത്രമാണെന്ന് ഒരാൾ വിചാരിച്ചാ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു കാലത്തും അങ്ങനെയുള്ളവർ നന്നാവില്ല. സദാ മറ്റുള്ളവരെ പഴി പറഞ്ഞുകൊണ്ടിരിക്കും. തന്റെ അധപതനം അവര് മാത്രം അറിയില്ല. ചിരിച്ചു കാണിക്കുന്ന എല്ലാ മുഖങ്ങൾക്കും മറ്റൊരു മുഖമുണ്ട്. ചിരിച്ചു കാണിക്കാത്തവർക്ക് മറ്റൊരു മുഖമില്ല. സ്വന്തം മുഖം അവര് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നത്. അതിലൊരാളാ കവിത ഇളയമെന്നാ എനിക്ക് തോന്നുന്നേ. ഈ വീട്ടിലെ ജെനുവിൻ പേഴ്സൺ കവിത ഇളയമ്മയോ? അവരുള്ള കാര്യം വിളിച്ചു പറയും. അത് തെറ്റ് ചെയ്യാത്തവരെ വേദനിപ്പിക്കില്ലേ? ചിരിച്ചുകൊണ്ട് ശ്വാസം മുട്ടിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണത്. ഇവളെന്താ മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്ന? ഞാൻ പലപ്പോഴും വെട്ടിയായി പോകുന്നൊരു തോന്നൽ. അമ്മൂന്റെ ഭർത്താവിനെ കാണിച്ചു തരാന്ന് പറഞ്ഞ എന്നെ ഒരാൾ അങ്ങോട്ട് വിളിച്ചത്. ഞാൻ അവിടെ ചെന്നപ്പോ സഞ്ജുവിന്റെ അമ്മയും അമ്മു അവിടെയുണ്ട്. മുത്തശ്ശനെയും മുത്തശ്ശിയെയും ബന്ദികളാക്കി വെച്ചപ്പോഴല്ലേ അമ്മയും ലച്ചു അങ്ങോട്ട് പോയത്? അത് ശരി തന്നെന്ന് സമ്മതിച്ചാലും എന്തിനു മറ്റൊരു കാര്യം പറഞ്ഞ് എന്നെ അങ്ങോട്ടേക്ക് വരുത്തണം? നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയാനാ? മറുപടികളില്ലാത്ത ഒരു ചോദ്യങ്ങളും ഉണ്ടാവില്ല സഞ്ജു. കുറച്ച് വൈകിട്ടാണെങ്കിലും എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. കാർമേഘങ്ങൾക്ക് എത്ര സമയം ചന്ദ്രനെ മറച്ചു വയ്ക്കാൻ കഴിയും? വളരെ കുറച്ചു സമയം. പിന്നെ ചന്ദ്രൻ പുറത്തു വരും. അതുപോലെ തന്നെയാ എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങള്. ഞാൻ അതിന്റെ കാത്തിരിപ്പില്ല. കവിതാപ്പച്ചയുടെ വലയില് അവള് വീണെന്ന് തന്നെ കരുതാം. രണ്ട് മനസ്സുകൾക്കിടയിൽ ഒരു മതിലുയരുകയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.